ഹായ് ഓൾ, നമ്മളിന്നിവിടെ പറയാൻ പോകുന്നത് ഇന്ത്യയുടെ ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരത്തെ പറ്റിയാണ്. വന്ദേ മാതരം രചിച്ചിട്ടുള്ളത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ബംഗാളി ഭാഷയിലാണ് വന്ദേമാതരം രചിച്ചിട്ടുള്ളത്. 1776 ബംഗാൾ, ബീഹാർ പ്രദേശങ്ങളിൽ അരങ്ങേറിയിട്ടുള്ള സന്യാസി ഫക്കീർ കലാപങ്ങളെ അടിസ്ഥാനമാക്കി ബങ്കിം ചന്ദ്ര ചാറ്റർജി 1882 രചിച്ച നോവലായ ആനന്ദമഠത്തിൽ നിന്നാണ് വന്ദേമാതരം എടുത്തിട്ടുള്ളത്. വന്ദേമാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ദേശ് രാഗമാണ്. വന്ദേമാതരം ആലപിക്കാൻ 65 സെക്കൻഡ് സമയം ആവശ്യമാണ്. വന്ദേമാതരത്തിന് സംഗീതം നൽകിയത് ജദുനാഥ ഭട്ടാചാര്യയാണ്. 1896 കൊൽക്കത്തയുടെ INC സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് വന്ദേമാതരം ശ്രീ രവീന്ദ്രനാഥ ടാഗോർ ആലപിക്കുന്നത്. 1896 കൊൽക്കത്ത INC സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്ന വ്യക്തിയാണ് റഹ്മത്തുള്ള സയാനി. ഇനി വന്ദേമാതരം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ അരബിന്ദോ ഘോഷാണ്. അരബിന്ദോ ഘോഷ് മദർ ഐ ബോറ്റ് ടു ദി എന്ന പേരിലാണ് ഇംഗ്ലീഷിലേക്ക് വന്ദേമാതരം പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത്. വന്ദേമാതരം തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തിയത് സുബ്രഹ്മണ്യ ഭാരതിയാണ്. വന്ദേമാതരം എടുത്തിട്ടുള്ള ആനന്ദമഠം എന്ന നോവൽ ഇംഗ്ലീഷിലേക്ക് ദ അബേ ഓഫ് ബ്ലിസ് എന്ന പേരിൽ പരിഭാഷപ്പെടുത്തിയത് നരേഷ് ചന്ദ്രസെൻ ഗുപ്തയാണ്. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ ആലപിക്കുന്നതും വന്ദേമാതരം തന്നെയാണ്. അന്ന് ആലപിച്ചത് സുജേത ബലാനിയുമാണ്. കാഫി രാഗത്തിലുള്ള വന്ദേമാതരം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് പണ്ഡിറ്റ് ഓംകാർനാഥ് ടാക്കൂർ ആണ്. 1950 ജനുവരി 24 ഇന്ത്യൻ ഭരണഘടന വന്ദേമാതരത്തെ ദേശീയ ഗീതമായിട്ട് അംഗീകരിക്കുന്നത്. താങ്ക്